തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ രണ്ടാം രാജ്യാന്തര ടെർമിനൽ ഈ മാസം അവസാനം കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി എം വിജയകുമാർ. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെയും സൌകര്യം കണക്കിലെടുത്ത് ഉദ്ഘാടന തീയതി തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ടെർമിനൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 32,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി 289 കോടി രൂപയും സംസ്ഥാന സർക്കാർ 81 കോടിയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏറ്റവും നൂതനമായ ഡിസൈനിങ്ങിൽ നിർമ്മിച്ച ടെർമിനലിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത 3 എയ്റോ ബ്രിഡ്ജുകളുണ്ട്. വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ടെർമിനലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുതുമയാർന്ന ഒരു ഇന്റർനാഷണൽ ടെർമിനലാണിത് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് മുഴുവൻ സ്റ്റീൽ ആൻഡ് ഗ്ലാസ്, സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഈ എയർപോർട്ട്. ദേശീയപാത ജലപാത പദ്ധതി വഴി യാത്രക്കാർക്ക് ജലമാർഗം വിമാനത്താവളത്തിലെത്താനുള്ള സൌകര്യവും സമീപഭാവിയിൽ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ജലപാത എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം വരെ നിൽക്കുന്ന ഉണ്ടല്ലോ, ആ കനാൽ കോവളം വരെ പോകുന്നുണ്ട്. അപ്പോൾ കൊല്ലം കോവളം കൂടെ അത് നമ്മുടെ പദ്ധതിയിൽ ഉള്ളതാണത്. അത് പല കാരണങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൂടി പൂർത്തീകരിച്ച് എയർപോർട്ടുമായി കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യാത്രക്കാർക്കായി 30 ചെക്കിംഗ് കൌണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. 600 കാറുകൾ വരെ ഓരോ സമയം പാർക്ക് ചെയ്യാൻ അപ്രോച്ച് റോഡിനായി 6 വരി മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭാവിയിൽ എല്ലാ രാജ്യാന്തര സർവീസുകളും ഈ ടെർമിനലിലേക്ക് മാറ്റാനും എയർപോർട്ട് അതോറിറ്റി പദ്ധതിയിടുന്നുണ്ട്.